ചക്ക കിട്ടി ഗൈസ്. Exceeded expectations. ഞാൻ ഇത്ര ക്രൂരമായി പായസം, അച്ചാർ നമുക്ക് ചോദിക്കാം ഗൈസ്. ഞങ്ങള് വെൽക്കം ബാക്ക് ടു സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് അതെ, ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ട്രിവാൻഡ്രം ലോ കോളേജിലാണ്. നമ്മൾ ഇവിടുത്തെ ഓണ സെലിബ്രേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. എക്സ്പ്ലോറേഷൻ മാത്രമല്ല, ഇവിടെ കുഞ്ഞു കുഞ്ഞു ടാസ്കും കുറച്ച് എന്റർടൈൻമെന്റ് സ്റ്റഫുമായിട്ട് ആകെ ഒന്ന് ജഗ പോക ആക്കാൻ പോവാ. ഇങ്ങനെയാണോ പോകുന്നത്? ഇങ്ങനെയല്ല പോകുന്നേ, നമ്മളൊന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. അതുവരെ നിങ്ങളൊന്ന് കയറിയിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ പോരെ. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്ന ഓണ സെലിബ്രേഷൻ വിത്ത് ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം. ലോ കോളേജിനകത്ത് ഓണമല്ലേ നിങ്ങൾ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? Exceeded expectations. അതെ, നമ്മുടെ സദ്യ കഴിക്കുമ്പോ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ സദ്യയില്? കൂട്ടുകറി. സെയിം കൂട്ടുകറി. കൂട്ടുകറി. ഞാൻ അല്ല, മറ്റേ പുളിങ്കറി, പുളിങ്കറി, ഇഞ്ചിക്കറി. ഇഞ്ചി കൂട്ടുകറി. ഇഞ്ചിക്കറിയും കൂട്ടുകറി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, ഹായ് ഗൈസ്. ഇവിടെ നമുക്ക് വലിയൊരു കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുക. സദ്യ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് പരിപാടി കഴിഞ്ഞിട്ടിരിക്കുക. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം. ഇന്ന് ഓണ ദിവസമൊക്കെ അപ്പൊ ഇത്ര സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട്സിനെയോ പഴയ ടീച്ചേഴ്സിനെയോ റിലേറ്റീവ്സിനെയോ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ? വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഹാപ്പി ഓണം, ഐ മിസ് യു എന്ന് പറയണം. ഓക്കെ കളിക്കാം. സ്പീക്കറിലാണോ? തിരക്കാണോ? ഹാപ്പി ഓണം. പപ്പനെ മിസ് ചെയ്യുന്നു. നാളെ രാവിലെ കിട്ടി ഗൈസ്. അയ്യോ, ഹായ് മിസ്, ഹാപ്പി ഓണം. അപ്പം സദ്യ കഴിച്ച് ക്ഷീണിച്ചിരിക്കുമായിരിക്കും ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ മിസ്സിന് എനിക്ക് ചോദിക്കാനുള്ളത്, പണ്ടത്തെ കാലത്തെ ഓണം ഇപ്പോഴത്തെ കാലത്തെ ഓണം, മിസ്സിന്റെ പണ്ടത്തെ കാലത്തെ ഓണം എങ്ങനെയായിരുന്നു? ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ. എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞാന് സിറ്റിക്കകത്ത് തന്നെയാണ് വളർന്ന ഒരാളാണ്. അത് പിന്നെ സിറ്റിക്കകത്തായതുകൊണ്ട് അതിൻ്റെതായ ഒരു കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ തൊടിയിലൊക്കെ ഇറങ്ങിപ്പോയി പൂക്കള് എടുത്ത് ഓത്തപ്പൂയിട്ട്. പക്ഷെ എന്നിട്ടും ആ ലിമിറ്റഡ് ഇതിനുള്ളിൽ എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ പോയി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ ഓണം തോന്നിയിട്ടുള്ളത്, ഞാൻ കുറെ കാലം മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ നാട് വിട്ട് പോകുമ്പോൾ മലയാളിക്ക് ഓണം ഒരു വല്ലാത്തൊരു ഗൃഹാതൃത്വം ഉള്ളൊരു സംഭവമാണ്. അപ്പം ഏറ്റവും ആവേശത്തോടെയും ഹൃദയം നിറഞ്ഞും ഓണം ആഘോഷിച്ചിട്ടുള്ളത് അന്യനാട്ടിലാണ്. അവിടെ നമുക്കൊരു 10-15 ദിവസം മുമ്പേ ഓണം വരുന്നുണ്ട്. പിന്നെ മറ്റ് നാഷണാലിറ്റീസിനെയൊക്കെ സദ്യ ഇത് ചെയ്യുക, സദ്യ അവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെ കഴിക്കേണ്ടത്. പിന്നെ അപ്പൊ അവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വന്ന് ചോദിക്കുക എന്താണ് ഈ അത്തപ്പൂ. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഭയങ്കര പ്രൗഡായിട്ട് നമ്മൾ നമ്മുടെ കൾച്ചർ കാണിക്കുക. പിന്നെ ഇപ്പൊ ലോ കോളേജിൽ ഓഫ് കോഴ്സ് ഓണം ഉണ്ടല്ലോ. അപ്പൊ അത് നന്നായി എല്ലാം ഓണം ഒരു ഒത്തൊരുമയുടെയും നന്മയുടെയും ഇതാണ്. ആ ഒരു കൺസെപ്റ്റ് മറക്കരുതെന്നാണ് പുതിയ തലമുറയോട് പറയാനുള്ളത്. എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഉള്ളത് എല്ലാവർക്കും പങ്കുവെച്ച് അതിന്റെ ഒരു വലിയ ഇതാണ് ഓണമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഓക്കെ. മിസ് നല്ല പായസമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. മിസ് റെസ്റ്റ് എടുത്തോട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം. മറുനാട്ടിലുള്ള മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ, അവർക്ക് ഓണത്തിന് വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. ചിലപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്. അപ്പൊ ഞാനൊരു പണിയായിട്ട് വന്നേക്കുക. ഓണമൊക്കെ അല്ലേ, അപ്പൊ ഇവിടെ അല്ലേ, വീട്ടിൽ ആരെങ്കിലും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, വീട്ടിലെ ഫ്രണ്ട്സിനെയൊക്കെ. അപ്പൊ ആരെങ്കിലും വിളിച്ച് ഒരു ഹാപ്പി ഓണം പറയണം, ഐ മിസ് യു പറയണം. ആ കുഴപ്പമില്ല, ക്രിഞ്ച് നമുക്ക് വേണം. അയ്യോടാ, അയ്യോടാ, വേണം 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 വേണം. ആരെങ്കിലും വിളിച്ച് ഹാപ്പി ഓണം പറയണം, ഐ മിസ് യു പറയണം. എടുക്കുമെന്ന് അറിയില്ല, വിളിക്കുന്നുണ്ട്, തിരക്കായിരിക്കും. തന്നെയല്ല, അമ്മ തിരക്കിലായിരുന്നു. ഒരു 6 മണിക്ക് ശേഷമാണെങ്കിൽ ഞാൻ വിളിക്കാടാ. അമ്മ 6 മണിക്ക് ശേഷം ഫ്രീ ആവും. സ്ഥലം എവിടെയാ? സ്ഥലം മലപ്പുറം. മലപ്പുറത്ത് എങ്ങനെയാ ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാ? മലപ്പുറത്ത് ഓണം എന്ന് പറയുമ്പോൾ സ്കൂളിലെ ഓണം എനിക്ക് ഓർമ്മ വരുന്നത്. അത് ഫുള്ള് വൈബാണ്. ഫുള്ള് പാട്ടും ഡാൻസും ഓണും സദ്യയും കച്ചറിയും അടി ഇടിയൊക്കെ ആയിട്ട് മൊത്തം അലമ്പാ രസാ. അടിച്ചു പൊളിക്കുക, അങ്ങനെയാണ് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെന്റ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓണത്തിന് ഞങ്ങൾ കഴിഞ്ഞ +2 തല്ലുണ്ടായിരുന്നു. സ്കൂളുകളാവുമ്പോൾ ഇങ്ങനെ തല്ലുണ്ടാവുന്ന ഒരു ഇതാണ്. അപ്പോൾ കിട്ടിയോ, തല്ല് കിട്ടിയോ? ഇല്ല 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 ഇല്ല, ഞാൻ അന്നും ക്യാമറമാൻ ആയിരുന്നു. ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഓണത്തിന് മിസ് ചെയ്യുന്നുണ്ട്. അയാളപ്പോൾ ഫോം വിളിച്ചിട്ട്, പേരൊന്നും പറയണ്ട, ആരാന്ന് വെച്ചാൽ അയാളെ ഫോം വിളിച്ചിട്ട് ഹാപ്പി ഓണം എന്ന് പറയാം, ജസ്റ്റ് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പറ്റുമോ? സ്പീക്കർ ഹലോ വിശാലേ, ഹാപ്പി ഓണം. എനിക്ക് എന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടാ. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ആരെയും വിളിച്ചേ പോടുന്നു. അന്നെ മിസ് ചെയ്യുമ്പോൾ വേറെ മിസ് ചെയ്യാൻ കഴിയില്ല. ആ ഋഷാലേ, അന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഓണല്ലേ, ഓണത്തിന് നമ്മള് ട്രിപ്പൊക്കെ പോയല്ലേ? ഇന്നാ ഓണം ഇവിടെ. ഈ എവിടെ? ശരിയാവൂല. ഓണം സെലിബ്രേഷനും കോളേജിലെ ഓണം സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഓണത്തിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫുഡ് എന്താ? ഫുഡ് സദ്യയില് പൈനാപ്പിൾ പച്ചടി. പൈനാപ്പിൾ പച്ചടി മധുരല്ലേ? ഓക്കെ. അപ്പോൾ പായസത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം ഏതാ? ചക്കപ്പായസം. ഓക്കെ. ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലോട്ട് വരുന്ന ഒരു സംഗതി എന്താ? ഫസ്റ്റ് മൈൻഡിലോട്ട് വരുന്ന എന്തെങ്കിലും മെമ്മറിയോ എന്തെങ്കിലും ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എനിക്ക് മറ്റേ സാധനമാണ് ഷൂ, അതൊന്നും പറയാൻ പറ്റില്ല. ഇടാ മറ്റേ അതെ നിങ്ങൾക്ക് വൈറലാണെങ്കിൽ ശ്രീലങ്ക വേണ്ടി വരും. ശ്രീലങ്ക ഇട്ടില്ല. ഹലോ ഹലോ, എടാ എനിക്ക് എന്നെ ഭയങ്കര മിസ് ചെയ്യുന്നു ഈ ഓണത്തിന്. ഹലോ, കാര്യമായിട്ട് മിസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് എന്നെ മിസ് ചെയ്യുന്നില്ല. ഞാൻ ഇത്ര ക്രൂരമായിട്ടുള്ള ആൾക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു. സോറി. ബൈ. ഇപ്പൊ ഓണത്തിന്റെ ദിവസമല്ലേ, സെലിബ്രേഷൻ ഒക്കെ അല്ലേ, ആരെങ്കിലും പഴയ ഫ്രണ്ട്സിനെയോ ടീച്ചേഴ്സിനെയോ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നെങ്കിൽ അവർ വിളിച്ചിട്ട് ഹാപ്പി ഓണം പറയണം, ഐ മിസ് യു എന്ന് പറയണം. ഇപ്പൊ പറയണം. ഫോൺ വിളിക്കണം. എടുക്കുമെന്ന് അറിയത്തില്ല കേട്ടോ, എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് സാധ്യത കുറവാണ്. എല്ലാവരും സെലിബ്രേഷനിലായതുകൊണ്ട്. ഹലോ, ഹാപ്പി ഓണം. അല്ല, ഓണം ആവുന്നുണ്ടല്ലോ, അതിന് മുന്നേ പറഞ്ഞതാ. ഐ മിസ് യു. ഇതിന് ഉത്തരം പറ. ഐ മിസ് യു. ആ ഓക്കേടാ, ശരിടാ, ബൈ.
ഓക്കെ, എനിക്ക് ഇഷ്ടമായി. ഓക്കെ ബൈ, ഹാപ്പി ഓണം. ഹായ്, ഒരു പച്ചക്കിളി കിട്ടിയിട്ടുണ്ട്. ഓണം കേട്ട ഒരു പച്ചക്കിളി. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ആണോ? അപ്പൊ ഓണത്തിന്റെ ദിവസമല്ലേ, സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടേക്കുമല്ലേ? അതെ അതെ. എനിക്ക് ഇത്രേ ഉള്ളൂ. ഒരാളെ വിളിച്ചിട്ട് ആരെങ്കിലും ഫ്രണ്ട്സോ ബന്ധുക്കളോ വീട്ടുകാരോ വിളിച്ചിട്ട് ഒരു ഹാപ്പി ഓണം പറയണം, ഐ മിസ് യു പറയണം. ആ പറയാം. ആരെയാ ആരെ വിളിക്കണം? ആരെ വിളിച്ചോണ്ട് കുഴപ്പമില്ല. ചേട്ടനെ വിളിക്കാം. ഞാൻ വിളിക്കുന്നുണ്ട്. എടുക്കല്ലേ. ഹലോ കണ്ണ, ഹാപ്പി ഓണം. ഐ മിസ് യു. മിസ് യു. ശരി എന്നാ ബൈ. ഒന്നുമില്ല, ചുമ്മാ. എടാ ഒന്ന് വെച്ചിട്ട് പോ. മതി. ഐ മിസ് യു ടു പറ. ആ പറ അങ്ങോട്ട്. അങ്ങനെയാ, ഇങ്ങനൊന്നും ഇല്ല. പറഞ്ഞോ? ആ ശരി. വിയർത്തടി. ഏറ്റു ഗൈസ്, ഏറ്റു. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് GLCTയിലെ പാട്ടുകാരനാണ്. അതെ, എങ്ങനെ സ്വന്തമായിട്ട് തന്നെ പോയി എങ്ങനെ GLCTയില് അറിയപ്പെടുന്ന ഗായകനാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി ഓണം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? ഈ പ്രാവശ്യത്തെ ഓണം സത്യം പറഞ്ഞാൽ ആഘോഷിക്കേണ്ടെന്ന് വെച്ചത് വയനാട്ടിലത്തെ ഇഷ്യൂ കാരണം നമ്മുടെ കോളേജിന്റെ ആവശ്യം വന്നത് മ്യൂസിക് ക്ലബിന് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ഇയർത്തെ ഓണം, നമ്മൾ വന്ന ഫസ്റ്റ് ഇയർത്തെ ഓണം അതായിരുന്നു ഏറ്റവും അടിപൊളി ഓണം. ഞാൻ കണ്ടതിൽ ഏറ്റവും അടിപൊളി. ഞാൻ 2 ഓണം കണ്ടിട്ടുള്ളൂ. ഓണം അടിപൊളിയായിരുന്നു. ചേട്ടോണായിരുന്നു. അപ്പം ഞാൻ ഒരു പണിയായിട്ട് വന്നേക്കോ. വിളിക്കുക, ഹാപ്പി ഓണം പറയാ, ഐ മിസ് യു പറയണം. എടുക്കുമെന്നറിയില്ല. ആ ഓക്കെ, ഞാൻ വിളിക്കാം. ഫ്രണ്ടാ? മച്ചു എവിടാ? കോളേജിലല്ലേ? ഹാപ്പി ഓണം. മച്ചാൻ, ഐ മിസ് യു. ശരി എന്നാല് ശരി. ഓ ടാറ്റ. ഞാനൊരു എന്നൊരു ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തോണ്ട് അപ്പൊ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് അന്നെ ഓർമ്മ വന്നുള്ളൂ. ശരി എന്നാല്. നമ്മുടെ സദ്യയില് ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? പായസം. അച്ചാർ. എന്റെ സദ്യയിൽ അച്ചാറില്ലേ? സദ്യയുടെ അച്ചാറാണ് ഇഷ്ടം. ഏത് അച്ചാറാണ് ഇഷ്ടം? മാങ്ങാച്ചാർ. മാങ്ങാച്ചാർ, എസ്പെഷ്യലി മാങ്ങാച്ചാർ. അതെ. ഇത്രയും കറി ഉണ്ടായിട്ട് സദ്യയിൽ അച്ചാറാണ് ഇഷ്ടം. അതെ. ഓണത്തിന് ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരെയും മിസ് ചെയ്യുന്നില്ല. ഇപ്പൊ ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ പഠിപ്പിച്ച ടീച്ചേഴ്സോ അച്ഛനും അമ്മയൊക്കെ ആരെങ്കിലും ഒക്കെ വേണമെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത് വേണമെന്ന് തോന്നുന്നുണ്ടോ? ആരെയും മിസ് ചെയ്യുന്നില്ല. ഇവിടെ ഹാപ്പിയാണ്, സെറ്റാണ്. ഓക്കെ, ആരെയും മിസ് ചെയ്യാത്ത ഒരാളാണ്. എല്ലാരും എപ്പോഴും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഹാപ്പിയാണോ? സുഖമല്ലേ? പിന്നെ ഭയങ്കര. എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ? അടിപൊളിയായിരുന്നു. അപ്പം ഞാനൊരു പണിയായിട്ട് വന്നത്. ഇപ്പൊ ഒരാളെ ഫോൺ വിളിക്കണം, ഐ മിസ് യു പറയണം, ഹാപ്പി ഓണം പറയണം. ഐ മിസ് യു ഹൈലൈറ്റ് ആണെന്ന് പറയണം, ഹാപ്പി ഓണം പറയണം. ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചോ. സാധാരണ ഇത് എടുക്കാറുണ്ടോ? എനിക്കൊന്ന് പുള്ളിക്കാരൻ ഞെട്ടിയിരിക്കുമായിരിക്കും പെട്ടെന്ന് വന്നപ്പോഴേ. അതാ കാര്യം. പുള്ളിക്കാരൻ ഒന്ന് ഞെട്ടിക്കാണും. ആളെ തന്നെ ഒന്നും കൂടെ വിളിക്കണം. ഞാനും വിളിച്ചിട്ട് കുറെ കാലമായി. വിളിക്കാം. അവൾ എടുക്കുന്നില്ല കുട്ടി. എന്റെ കോൾ എടുക്കുന്നില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഗൈസ്.
അപ്പൊ ഹാപ്പിയാണ്. ഇന്ന് നമ്മൾ കുറേ ടാസ്ക് എടുക്കാൻ വിചാരിച്ചാണ്. ഒരു ടാസ്കും നമുക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇച്ചിരി ഒപ്പീനിയൻസും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഇന്നത്തെ ഓണം സെലിബ്രേഷൻ്റെ സ്പെഷ്യൽ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് ചോദിക്കും. സോ നമുക്ക് ചോദിക്കാം ഗൈസ്. ഞങ്ങള് ആഹല 3 പേരും കൂടെ നിൽക്കുകയാണ് ഗൈസ്. നമ്മള് വളഞ്ഞിട്ട് പൊന്നലാളി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഗൈസ്. തമ്മിലുള്ള പിള്ളേരെ വെച്ച് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ഹാപ്പി ഓണം. ബൈ ബൈ. ഓക്കെ സോ എനിക്കറിയാം ഉമ്മാനെ വിളിക്കാനേ. My mom is a working woman. നേരം വർക്കിലായിരിക്കും. ഹലോ ഇവിടെ എടുത്തു. എന്ത് ഫോണത്തെ വിളിച്ചെടുക്കാത്ത. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്ത് ഹാപ്പി ഓണമെന്ന്. എന്ത് ആന്ന് ആയിക്കോട്ടെ സ്വീകരിച്ചു. മിസ് യു എന്ത് കുന്ന്. ഞാൻ ഒരു ചവിട്ടി തന്നെ അവിടെ ഷോപ്പില് വർക്കിലാണ് വിചാരിച്ചേ. നിങ്ങൾക്കത് മകനോട് സ്നേഹിച്ചൂടെ? സ്നേഹിക്ക് പറയും. ഓക്കെ പറയും. ഓക്കെ മിസ് യു. അത്രേ ഉള്ളൂ. ഒരു 100 രൂപ.